അമ്മച്ചിയുടെ ഉത്തരം പുറത്തു പറയും കേക്കട്ടെ. വിഷം തിരിക്കുമ്പോ എന്താന്ന് വെച്ചാ ഇറങ്ങിപ്പോകലേ. ആര്? ഞാൻ ഇറങ്ങി പോവാ, നിങ്ങൾ ഇറങ്ങി പോകുന്നതാ? ഞങ്ങൾ ഇറങ്ങി പോകാൻ പറയും. ഓക്കെ. ഇവിടെ ചേച്ചി വിഷമിച്ചിരിക്കുമ്പോ ഇല്ലെങ്കിൽ കഥവൊക്കെ അടച്ചു കൂട്ടിയിട്ട് ഇത് പാട്ട് കേൾക്കും. വിഷമിച്ചിരിക്കുന്ന പാട്ടല്ലേ, വലിയ വൈബ് പാട്ട്. അതിട്ട് കിടന്നിങ്ങനെ ആടും. അത് കഴിഞ്ഞിട്ട് എന്തുവാ അതൊക്കെ എന്തൊരു ചേച്ചി പറഞ്ഞു. ഓക്കെ, ചേറ പറഞ്ഞത് തെറ്റാൻസറാണ്. അമ്മച്ചി പറഞ്ഞാണ് ശരി. എന്താന്ന് വെച്ചാ അടിയിടുമ്പോ അമ്മച്ചി ഞാൻ വിഷമിച്ചിരിക്കുന്ന ടൈമിൽ അമ്മച്ചി ആയിരിക്കും വന്ന് എന്നോട് ചോദിക്കുന്നത് എന്തോ പറ്റിയടി, എന്തോ പറ്റി? ഒന്നുമില്ല. പിന്നെയും വന്ന് ചോദിക്കും എന്തോ പറ്റിയടി, എന്തോ പറ്റി? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, എന്തോ പറ്റി? ഒന്നുമില്ല, ഒന്ന് ഇറങ്ങി പോവോ വെളിയില്. ഇതാണ് പറയുന്നത്. സേറ ഓക്കെ. ഞാൻ ഇങ്ങനെ അടിപൊളി സമയത്ത് ഞാൻ പോവാറില്ല സത്യത്തിൽ. എനിക്ക് ഇതിനെ പറ്റി വലിയ അറിയത്തില്ല. ചേച്ചി അടിപൊളി, ഞാൻ ചേച്ചിയുടെ ഭാഗത്തോടെ പോവാൻ. അമ്മച്ചിക്ക് 2 പോയിന്റ്, സേറയ്ക്ക് മാർക്കില്ല. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് കടന്നാലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്റെ രഹസ്യം സൂക്ഷിക്കുന്നത് ആര്? എന്റെ രഹസ്യം സൂക്ഷിക്കുന്നത് ആര്? ആൻസർ ഉണ്ടോ ഇയാൾക്ക്? ആൻസർ ഉണ്ട്. അമ്മച്ചി പറയല്ലോ. കണ്ണിൽ നവരസമൊക്കെ ഓടുന്നത് അമ്മ ഉണ്ടായിരിക്കമ്മ. പറ. എന്റെ രഹസ്യം സൂക്ഷിപ്പ് ആര്? അതെ. ഓക്കെ, അപ്പൊ അമ്മച്ചിയുടെ ആൻസർ പുറത്തു പറ. സേറ. നിന്റെ ആൻസർ? രണ്ടുപേരും പറഞ്ഞത് ഉത്തരം ശരിയാണ് ഗൈസ്. സേറ തന്നെയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇവളുമായിട്ടാണ്. അപ്പൊ ഓക്കെ, രണ്ടുപേർക്ക് ഈക്വൽ പോയിന്റ്. ഇപ്പൊ ഓക്കെ, 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഞങ്ങൾക്ക് വല്ല പ്രൈസ് വല്ലതും ഉണ്ടോ? അത് ഞാൻ പിന്നെ രാത്രിയാകുമ്പോ എല്ലാ അടിപൊളി പത്തിരി ഇറക്കി. ഞാൻ പറയാം, തോക്കുന്നവർക്ക് ഉപ്പ്. ഉപ്പാ? തോക്കുന്നവർക്ക് ഉപ്പാണേ. ആണേ. ഞാൻ ഉപ്പ് വെച്ച് ശീലിച്ചതാ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. അമ്മച്ചിയുടെ കണ്ണ് ഒരു ഇച്ചിരി ഉള്ളതായിട്ട് കണ്ണ് ഉണ്ടോന്ന് അറിയാൻ ഇങ്ങനെ കണ്ണ് കാണാനും കേൾക്കാനും. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.